എല്ലാവർക്കും നമസ്കാരം. മാലാകക്കൂട്ടം.com കൊച്ചുകൂട്ടുകാർക്കുള്ള ഗുഡ്നസ് ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ ചങ്ക് പ്രേക്ഷകരായ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നിങ്ങളെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഇന്ന് ഈ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നത് മുരുങ്ങൂർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ കൊച്ചുകൂട്ടുകാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും സുഖാണോ? സന്തോഷമാണോ? ആർ യു റെഡി? ഈ സ്വർഗത്തിലേക്ക് എന്തിനാ നിങ്ങൾ വന്നേന്നറിയോ? ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. മാലാഖമാരെ പോലെ ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. അപ്പൊ ഈ സ്വർഗത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ഒരേ രസക്കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ആദ്യ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ പോവാണ്. ഒരു പാട്ടൊക്കെ പാടി. പാട്ട് പാടാറുണ്ടോ നിങ്ങൾ? ഈശോയ്ക്ക് വേണ്ടി പാടാറുണ്ടോ? ഓവാ അല്ലേ? പള്ളിയിലൊക്കെ പാടും, യൂണിറ്റിൽ അല്ലെങ്കിൽ ഓരോ പെർഫോമൻസൊക്കെ ഈശോയ്ക്ക് വേണ്ടി പാടാറുണ്ട്. അതുപോലെ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഈ സ്വർഗത്തിലൊന്ന് പാട്ടുപാടി രസിക്കാൻ പോവാണ്. DJ ഒന്നല്ല, പക്ഷേ സ്വർഗത്തിൽ എപ്പോഴും DJ ആണ്. സ്വർഗത്തിൽ DJ എല്ലാവർക്കും ഇഷ്ടമല്ലേ? സ്വർഗത്തിൽ എന്താ പരിപാടി? മാലാഖമാർ സദാസമയം ഒരു DJ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നടത്തുന്ന DJ ആണ് ഹല്ലേലൂയ, പരിശുദ്ധൻ, ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് പാടി ചിറകൊക്കെ വീശി മാലാഖമാര് സ്വർഗത്തിൽ എവറി ടൈം അവിടെ ഒരു DJ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു എനർജി ഇവിടെ കൊടുക്കണം, ഒരു വൈബ്. മാലാഖമാരുടെ സ്വർഗത്തിന്റെ വൈബ് എവിടെ വേണം? പറയേ, ഇവിടെ വേണം. ഓക്കെ, അപ്പൊ ആർ യു റെഡി? മാലാകക്കൂട്ടം.comന്റെ ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞ മക്കളെ, എന്താണ്? കർത്താവ് അരുളിയ പോലെ ശിഷ്യഗണം തോണിയേറി തുഴഞ്ഞു. പഠിക്കേ. കർത്താവ് അരുളിയ പോലെ ശിഷ്യഗണം തോണിയേറി തുഴഞ്ഞു. വീശി 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 വല എറിഞ്ഞു. പാടാം. മെല്ലെ 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 വല താന്നു. ആഞ്ഞ് 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 വല വലിച്ചു. ഇത്രയും കിട്ടിയോ? അടുത്ത നോക്കേ. 1 2 3 4 മീനല്ല. പാട്. ചെറിയ ചെറിയ ചെറുമീനല്ല. 100 100 മീനുകൾ. വലിയ വലിയ നല്ല മീനുകൾ. ഒന്നിച്ചു പാടിക്കേ. കർത്താവ് അരുളിയ പോലെ ശിഷ്യഗണം തോണിയേറി തുഴഞ്ഞു. വീശി 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 വല എറിഞ്ഞു. മെല്ലെ 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 ആഞ്ഞു 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 വല വലിച്ചു. ആഞ്ഞു ആഞ്ഞു. ഓക്കെ, കിട്ടിയോ? പാട്ട് കിട്ടിയില്ലേ? ഇനി നമ്മൾ ഇതിന് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് വേണം അല്ലേ? ഒരു സ്റ്റെപ്പ് പഠിക്കാൻ പോവാണ്. കർത്താവ് അരുളിയ പോലെ. നോക്കിയേ, ചേട്ടൻ പഠിപ്പിക്കാൻ പോണേ. നോക്കിയ എല്ലാവരും. കർത്താവ് അരുളിയ പോലെ ശിഷ്യഗണം തോണിയേറി തുഴഞ്ഞു. ചെയ്തേ. കർത്താവ് പോലെ വീശി 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 വല എറിഞ്ഞു. മെല്ലെ 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 വല താന്നു. ആഞ്ഞു ആഞ്ഞു ആഞ്ഞ് 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 വല വലിച്ചു. അടുത്ത് നോക്കിയേ. 1 2 3 4 മീനല്ല. ചെയ്തേ. ചെറിയ ചെറിയ ചെറുമീനല്ല. 100 100 മീനുകൾ. വലിയ വലിയ നല്ല മീനുകൾ. 100 100 മീനുകൾ. വലിയ നീ. ഇത്രേ ഉള്ളൂ പാട്ട്. അപ്പോ ആക്ഷൻ പഠിച്ചില്ലേ?
ഇനി നമുക്ക് ഈശോ എന്ന് സ്നേഹിച്ചാലോ? Yes. ആർ യു റെഡി? എനർജി അങ്ങോട്ട് പോരട്ടെ. ആർ യു റെഡി? എന്നാ വേഗം എഴുന്നേറ്റ് ആ നനങ്ങിയൊക്കെ കൈയടിച്ച് ഒരു പുഞ്ചിരിയൊക്കെ വരട്ടെ. കർത്താവ് അരുളിയ പോലെ ശിഷ്യഗണം തോണിയേറി തുഴഞ്ഞു. ചെയ്തെല്ലാവരും. കർത്താവ് അരുളിയ പോലെ ശിഷ്യഗണം വിശി 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 വല എറിഞ്ഞു. മെല്ലെ 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 വല താണു. ആഞ്ഞ് 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 വല വലിച്ചങ്ങോട്ട് ആഞ്ഞ് 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 ആഞ്ഞ്. കർത്താവ് അരുളിയ പോലെ കർത്താവ് അരുളിയ പോലെ ആഹാ ശിഷ്യഗണം കൈയടിക്കാം. 1 2 3 1 2 3 4 മീനല്ല ചെറിയ ചെറിയ ചെറു. ഒന്നൂടെ 1 2 3 4 ചെറിയ ചെറിയ. 100 100 മീനുകൾ വലിയ വലിയ നല്ല മീനുകൾ. 100 100 മീനുകൾ വലിയ. കർത്താവ് അരുളിയ പോലെ കർത്താവ് അരുളിയ പോലെ ശിഷ്യഗണം തോണിയേറി തുഴഞ്ഞു. ഒന്നുകൂടെ ചെയ്തേ. കർത്താവ് വീടിന് വീശി 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 മെല്ലെ 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 വല താനു. ആഞ്ഞ് 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 വല വലിച്ചങ്ങോട്ട് ആഞ്ഞ്. കർത്താവ് അരുളിയ പോലെ കർത്താവ് അരുളിയ പോലെ ശിഷ്യഗണം തോണിയെ. ഒന്നുകൂടെ ചെയ്തേ. കർത്താവ് പോലെ ശിഷ്യഗണം തോണിയേറി തുഴഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ഈ സ്വർഗത്തില് നമ്മൾ ഈശോയെ സ്നേഹിച്ചു. ഇനി രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടുക? ഉറക്കപ്പറ. എന്ത് കിട്ടും? എനർജി കിട്ടും. കണ്ടോ? ശരീരത്തിന് എനർജി കിട്ടും, ഇമ്മ്യൂണിറ്റി കിട്ടും അല്ലേ? നല്ല രോഗത്തെയൊക്കെ പ്രതിരോധിക്കും ശരീരം. അതുപോലെ വചനം ഭക്ഷിക്കുമ്പോൾ എന്താ കിട്ടുക? എന്ത് കിട്ടും? ആത്മാവിന് ശക്തി കിട്ടും. അപ്പൊ നമുക്ക് പാപത്തെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വചനം ഭക്ഷിക്കാൻ പോവാണ്. ആർ യു റെഡി? ഇന്ന് വചനം ഭക്ഷിക്കാൻ സെഗ്മെന്റിൽ, രണ്ടാമത്തെ സെഗ്മെന്റിൽ നമുക്ക് വചനം പറഞ്ഞു തരാൻ, നല്ല ആശയങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ജോബി ജോണൽ അങ്കിളാണ്. അങ്കിള് ഇൻ്റർനാഷണൽ കൺസൾട്ടൻറ്റ് ആൻഡ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്കിള് ഈ സ്വർഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമുക്ക് ഇന്ന് അങ്കിളിനെ വെൽക്കം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് പഠിക്കുന്ന ക്ലാപ്പാണ് റെയിൻ ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? റെയിൻ ക്ലാപ്പ് ചെയ്യാറുണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് റെയിൻ ക്ലാപ്പ്? യെസ്. അപ്പോൾ റെയിൻ ക്ലാപ്പ് നോക്കിയേ. ഞാൻ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 നിങ്ങളെ ക്ലാപ്പ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കണം. 2 3 4 ആണോ 5. അപ്പോൾ മഴ ഇങ്ങനെ ചെറിയ മഴയെന്ന് വലിയ മഴ വന്നു. ഇനി ഞാനത് റിവേഴ്സ് ഓർഡർ പറയുമ്പോൾ വീണ്ടും ശക്തി കുറഞ്ഞു വരും. അങ്ങനെയാണ് റെയിൻ ക്ലാപ്പ്. പഠിച്ചില്ലേ? അപ്പോൾ നമുക്കെന്നാ ജോബി ജോണൽ അങ്കിളിനെ സ്വാഗതം ചെയ്യാം. ഓൾ സ്റ്റാൻഡ് അപ്പ്. റെയിൻ ക്ലാപ്പ് ഗോ. 1 2 3 4 5 1 5. ഓക്കെ. ഈ സ്വർഗത്തിലെ മാലാക്കുട്ടികളെ നിങ്ങൾക്ക് സുഖമാണോ? സുഖമാണ്. ശരിക്കും സന്തോഷമാണോ? സന്തോഷമാണ്. എന്നാ നന്നായിട്ടും ചിരിച്ചേ നിങ്ങളെ. ശരിക്കും സ്വർഗത്തിലെ മാലാഖമാരുടെ ചിരിയാട്ടോ. ശരിക്കും സ്വർഗത്തിലേക്ക് ഇറങ്ങി വന്ന പോലെ നിങ്ങളെ കാണുമ്പോൾ. എല്ലാവരും ഒന്നിരുന്നേ. ഓക്കെ. പങ്കില് ഒരു സംഭവം പറയാം.
സംഭവം പറയാൻ പോകുന്നതിന് മുൻപ് ഒരു വചനം നിങ്ങളുടെ മുന്നിൽ അങ്കിൾ പറയാം. ഓക്കെ, ഫിലിപ്പിയരുടെ ലേഖനം പറഞ്ഞേ, 2-ാം അധ്യായം 5-ാമത്തെ വചനം. ഏതാണെന്നറിയോ നിങ്ങൾക്ക്? അങ്കിൾ പറഞ്ഞുതരാം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണേ. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. എന്നോട് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാവട്ടെ. ഓക്കെ, നിങ്ങൾ പെരുന്നാൾക്കൊക്കെ പോവാറുണ്ടല്ലേ? അങ്ങനെ ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി ഒരു പെരുന്നാളിന് പോയി. അപ്പോൾ പെരുന്നാളിന് പോയിട്ട് അവർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടൊക്കെ നടക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ബലൂൺ വിൽക്കുന്നുണ്ട്. ഈ ബലൂൺ ഹൈഡ്രജൻ ബലൂണാണ് വിൽക്കുന്നത്, അറിയാലോ അല്ലേ? അപ്പോൾ ആ ബലൂണിൻ്റെ പ്രത്യേകത എന്താ? വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പൊന്തിപ്പോവും, പറന്നു പോവും അല്ലേ? അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ എന്ത് ചെയ്തു? ഒരു പച്ച ബലൂൺ ഇങ്ങനെ മുകളിലേക്ക് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നീല ബലൂൺ മുകളിലേക്ക് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞ ബലൂൺ മുകളിലേക്ക് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് ബലൂൺ മുകളിലേക്ക് വിട്ടു. ഈ കൊച്ചിന് ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയി, ഭയങ്കരമായിട്ട് ആകാംക്ഷ വന്നു. ഇങ്ങനെ കുറേ ബലൂൺസൊക്കെ മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ. അങ്ങനെ ആ കുട്ടി ഓടിപ്പോയിട്ട് ആ ചേട്ടനിങ്ങനെ തോണ്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഈ ബലൂണിൻ്റെ കളറാണോ ഇതിന് മുകളിലേക്ക് പോകാനായിട്ട് സഹായിക്കണേ എന്ന് ആ കുട്ടി ചോദിച്ചു. ഒരു ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ബലൂണിൻ്റെ കളറാണോ മുകളിലേക്ക് പോകാൻ സഹായിക്കണേ? അപ്പോൾ ആ ചേട്ടൻ എന്താ പറഞ്ഞേ? മോളെ, ബലൂണിൻ്റെ കളറല്ല, പക്ഷെ ബലൂണിൻ്റെ ഉള്ളിലെ എന്താണോ ബലൂണിൻ്റെ ഉള്ളിലുള്ളത് അതാണ് അതിനെ മുകളിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഔട്ട്സൈഡ് അപ്പിയറൻസോ, നമ്മുടെ വീടോ, നമ്മളുടെ ക്വാളിഫിക്കേഷനോ, നമ്മുടെ എഡ്യൂക്കേഷനോ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല കൂടുതലായിട്ടും 100% നമ്മളെ മുകളിലേക്ക് വലിയ വലിയ വ്യക്തികളായിട്ട് ഉയർന്നു പോകാൻ സഹായിക്കുന്നത് ഇതൊന്നുമല്ല. ഇതൊന്നും വേണ്ടെന്നല്ല കേട്ടോ. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് എന്താണെന്നറിയോ? നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മനോഭാവങ്ങളാണ്. നമ്മൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളെ ഉയർന്നു പൊങ്ങാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര വിഷമമാണ്, എന്നെ കാണാൻ ഭംഗിയില്ല, എന്നെ കാണാൻ കളറില്ല, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വലിയ കപ്പാസിറ്റി ഒന്നുമില്ല, ഞാൻ ഒരിക്കലും ലൈഫിൽ എവിടെയും വലിയൊരു പൊസിഷനിൽ എത്തില്ല എന്നൊക്കെ സങ്കടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വിഷമിക്കരുത്. എന്ത് ചെയ്യണം? ഈശോയ്ക്കുണ്ടായ മനോഭാവം നമുക്കും ഉണ്ടാവണം. എന്തായിരുന്നു ഈശോയ്ക്കുണ്ടായ മനോഭാവം? ഒരു ദുഃഖ വെള്ളിയാഴ്ച 3 കുരിശിൻ്റെ നടുവിലെ കുരിശിൽ ഈശോ മരിക്കുമ്പോൾ ഈശോയുടെ മനസ്സിലൊരു വലിയൊരു മനോഭാവം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ആ ഞായറാഴ്ച ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിക്കോട്ടെ, നമ്മളും ആ മനോഭാവത്തിൽ ജീവിക്കണം. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളും നാളെ ഈശോയെ പോലെ ഉയർത്തെഴുന്നേൽക്കും. മനസ്സിലായോ? ഇനി നമ്മൾ ഈ സ്വർഗത്തില് 3-ാമത്തെ സെഗ്മെന്റിലേക്ക് പോവാണ്. 3-ാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ് പറഞ്ഞേ? വിശുദ്ധരെ പരിചയപ്പെടാം. ഇന്ന് ഈ എപ്പിസോഡിൽ വിശുദ്ധരെ പരിചയപ്പെടുത്താനും വചനം പറയാൻ ആരാണ് റെഡി ആയിരിക്കുന്നത്? ആരൊക്കെയാ? എഴുന്നേറ്റ്. ഓക്കെ, മോള് വരൂ, മുന്നോട്ട് വന്നേ. ഇവർക്കൊരു ക്ലാപ്പ് കൊടുത്തേ. യെസ്, ഇന്ന് ഇവരാണ് നമുക്ക് വചനം പറയുന്നതും വിശുദ്ധരെ പരിചയപ്പെടുത്തുന്നതും. അത് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. മോളുടെ പേര് പറഞ്ഞേ? ഇവാന ജെയിംസ്. ഇവാനയാണോ ഒന്ന് വിശുദ്ധരെ പരിചയപ്പെടുത്തുന്നത്? അതെ. ഏത് വിശുദ്ധനെ കുറിച്ചാണ് പറയുന്നതെന്ന്? വിശുദ്ധ ക്ലാര. ഓക്കെ, എന്നാൽ നമുക്ക് ഇവാനയുടെ വാക്കുകൾ കേൾക്കാം. ഈശംശായ്ക്കും സ്തുതി ആയിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ പറയാൻ പോകുന്നത് വിശുദ്ധ ക്ലാരയെ കുറിച്ചാണ്. സാസോ റസായിലെ പ്രഭു ഫെവറിനോ സിഫിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി ഓട്ടോ ലാനിയുടെയും മകളായി ഇറ്റലിയിലെ അസീസിയിലാണ് ക്ലാര ജനിച്ചത്. കുട്ടിക്കാലം മുതൽ ക്ലാരയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമായിരുന്നു. മക്കൾക്ക് 12 വയസ്സാകുമ്പോൾ ധനസ്ഥിതിയിലുള്ള ഒരു യുവാവിനെ വിവാഹം കഴിച്ചു കാണാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. എങ്കിലും തൻ്റെ 18-ാം വയസ്സ് വരെ വിവാഹം നീട്ടിവെക്കുവാൻ ക്ലാര തീരുമാനിച്ചു.
തൻ്റെ 18-ാം വയസ്സിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പ്രഭാഷണം കേട്ട അവളുടെ ജീവിതഗതി മാറ്റി. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് അവളെന്ന് വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞു. 1211 ഓശാന ഞായറാഴ്ച മറ്റുള്ളവർക്ക് ഒരു തല വാങ്ങാൻ പോയപ്പോൾ വീട്ടിൽ തങ്ങിയ ക്ലാര വിശുദ്ധ ഫ്രാൻസിസിനെ പിന്തുടരാനായി ആ രാത്രി വീട് വിട്ടുപോയി. 1253 ഓഗസ്റ്റ് 9 വിശുദ്ധ ക്ലാര തൻ്റെ സമൂഹത്തിനായി എഴുതിയുണ്ടാക്കിയ നിയമാവലി ഔദ്യോഗികമായി അംഗീകരിച്ചു. ഓഗസ്റ്റ് 11 വിശുദ്ധ ക്ലാര തൻ്റെ 59-ാമത്തെ വയസ്സിൽ മരിച്ചു. 2 വർഷത്തിനു ശേഷം 1255 സെപ്റ്റംബർ 26 ക്ലാരയെ വിശുദ്ധിയായി തീരുമാനിച്ചു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. വെരി ഗുഡ്. ഇനി വിശുദ്ധയുടെ ജീവിതം ആസ്പദമാക്കിയ ഒരു വചനം പറയുന്നു. മോൻ്റെ പേര് പറഞ്ഞേ. ജെയ്സ് പോൾ. ജെയ്സ് പോൾ. ഓക്കെ, പറഞ്ഞോളൂ. വിശുദ്ധയുടെ ജീവിതം ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് ഒരു വചനം പറയാം. ഗലാത്തിയ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു ആണ് എന്നിൽ ജീവിക്കുന്നത്. താങ്ക് യു. ഈ സ്വർഗത്തിലെ 4ാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുവാണ്. 4ാമത്തെ സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, വർദ്ധിപ്പിക്കാം. നമ്മുടെ കഴിവൊക്കെ ഈശോയ്ക്ക് കൊടുക്കണം. ഈശോ തന്നെ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ താലന്തും ഒളിച്ചു വെക്കരുത്, അല്ലേ? ബൈബിളിലൊരു കഥയൊക്കെ ഉണ്ട്. താലന്ത് കൊടുത്ത ഒരാൾ കിട്ടിയത് കുഴിച്ചിട്ടു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ, യജമാനൻ വന്നു കഴിഞ്ഞപ്പോൾ ആൾ അതേപടി എടുത്തു കൊടുത്തു. വർദ്ധിപ്പിക്കാതിരുന്നപ്പോൾ ഈശോ ആ കഥയിൽ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുത്ത് ഉള്ളവന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലന്ത് വർദ്ധിപ്പിക്കണമെന്ന് ഈശോയുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കഴിവൊക്കെ ഉണ്ടാവും. പാടാനുള്ള കഴിവ്. പള്ളിയിൽ പെർഫോം ചെയ്യാറുണ്ടോ? നിങ്ങൾ പാട്ട് പാടാറുണ്ടോ? ഡാൻസ് ചെയ്യാറുണ്ടോ? അതൊന്ന് കൈവയ്ക്ക്. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളവർ പള്ളിയിൽ പ്രസംഗം, പാട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ കൊള്ളാം. അതേപോലെ ഇന്ന് ഈ സ്വർഗത്തിൽ താലന്ത് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ട്. ആരൊക്കെയത്? ഈശോയ്ക്ക് താലന്ത് കൊടുക്കാനായിട്ട് വന്നവർ. ഓക്കെ, അപ്പോൾ ഇവർക്കൊന്നൊരു വെൽക്കം ചെയ്ത് ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഇവർക്ക് റെഡി? വാ. ഓക്കെ, അപ്പൊ ഇന്ന് താലന്ത് ഈശോയ്ക്ക് കൊടുക്കുന്നവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, മോളുടെ പേര് പറ. ജോസ്ന ടോമി. ജോസ്ന ടോമി. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അടുത്ത ആള് ഇസ്സൽ മരിയ. എത്രയിലാ പഠിക്കുന്നത്? 6. നെക്സ്റ്റ് മൈക്കോട്. ഹെലൻ ഷാജി. എത്രയിലാണ്? 6 തന്നെ. അപ്പോ ഇവരുടെ പെർഫോമൻസ് നമുക്കൊന്ന് ആസ്വദിക്കാം. ഓക്കെ. ഹലോ 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 ഹല്ലേലൂയ. ഹലോ 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 ഹല്ലേലൂയ. ഹലോ 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 ഹല്ലേലൂയ. ഹല്ലേലൂ ഹല്ലേലൂയ. ഹലോ 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 ഹല്ലേലൂയ. ഹലോ 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 ഹല്ലേലൂയ. ഹലോ 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 ഹല്ലേലൂയ. ഹല്ലേലൂ
ഈശോയുടെ കൂട്ടുകാരെ, അപ്പൊ ഈ സ്വർഗത്തില് അടിപൊളിയല്ലേ? രസക്കാഴ്ചകളൊക്കെ സൂപ്പർ അല്ലേ? അപ്പൊ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് ആകാശ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ എപ്പിസോഡില് 5ാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? ഇന്ന് നമ്മൾ പഠിക്കുന്ന ശീലം, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കുരിശ് വരയ്ക്കും അല്ലേ? അതല്ല പഠിപ്പിക്കുന്നത്, അത് നമ്മൾ കാരണന്മാരായിട്ട് അമ്മയൊക്കെ നമ്മളെ പഠിപ്പിക്കും അല്ലേ? രാവിലെ എണീക്കുമ്പോൾ കുരിശ് വരയ്ക്കുന്നവർ എത്ര പേരുണ്ട്? കുരിശ് വരച്ച് എണീക്കാം അല്ലേ? ചിലപ്പോൾ കുരിശ് വരച്ച് എണീക്കാത്തതിന് തല്ല് കിട്ടിയ സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൈ താഴ്ത്തിക്കോ, ഹാൻഡ്സ് ഡൗൺ. ഈ ഒരു ശീലമല്ല പഠിപ്പിക്കുന്നത്, അതോടൊപ്പം ചെയ്യേണ്ട ഒരു ശീലമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ലക്ഷ്യമുണ്ടോ രാവിലെ കുരിശ് വരയ്ക്കുന്നതോടൊപ്പം അതൊന്ന് സ്വപ്നം കാണണം. മനസ്സിലായോ പറയുന്നത്? ഇപ്പം നഴ്സായ ഒരാളാണ്, ടീച്ചറാവുന്ന ഒരാളാണ്, രാവിലെ കുരിശ് വരച്ചവൻ്റെ ഒപ്പം നിങ്ങൾ ടീച്ചറായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു, നഴ്സായിട്ട് ഒരാളെ ശുശ്രൂഷിക്കുന്നു, ഡോക്ടറായിട്ട് ഒരാളെ കൺസൾട്ട് ചെയ്യുന്നു. പെട്ടെന്ന് നിങ്ങളൊന്ന് സ്വപ്നം കാണണം. അധിക സമയം ഇരുന്ന് നിങ്ങൾ സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ തലേക്കൂടെ വെള്ളം കൊണ്ട് അമ്മൊഴിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഇരുന്ന് സ്വപ്നം കൊണ്ട് വീണ്ടും ഉറങ്ങി പോകുമ്പോഴേ ചിലപ്പോൾ തലേക്കൂടെ വെള്ളം കൊണ്ട് കമത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്വപ്നം കാണാനല്ല, ഒരു 1-2 മിനിറ്റ് മാത്രം. ഓക്കെ? അപ്പം നിങ്ങൾക്ക് എന്ത് സ്വപ്നം ഉണ്ടോ ആ സ്വപ്നം, ആ ഡ്രീം, ആ ഗോൾ നിങ്ങൾ പെട്ടെന്ന് കുരിശുവര കഴിഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തിട്ട് വേണം അവിടെ നിന്ന് എണീക്കാൻ. അപ്പോൾ നമുക്ക് നല്ലൊരു പവറായിരിക്കും നിങ്ങളുടെ പ്രവൃത്തിക്ക്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാവോ? രാവിലെ നിങ്ങൾ ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ പോകും, മമ്മി നിർബന്ധിച്ച് മമ്മി ബ്രഷ് ചെയ്യാൻ വിടും. എടി ബ്രഷ് ചെയ്യടി. അപ്പോൾ നമ്മൾ ബ്രഷ് എടുക്കാൻ പോകും. ബ്രഷ് എടുത്തപ്പോഴാണ് മനസ്സിലായത് ഒരു കാര്യം എടുത്തിട്ടില്ല. എന്തെടുത്തില്ല? അതന്നെ, പേസ്റ്റ് എടുത്തിട്ടില്ല. പേസ്റ്റും കൂടി എടുത്തിട്ട് വരും. അപ്പോൾ അത് കഴിയുമ്പോൾ അമ്മയുടെ ഒരു കമൻട്രി, ഒരു വോയിസ് ഓവർ കേൾക്കാം അടുക്കളയിൽ നിന്ന്. നീ എന്താടി നിലാവത്ത് കോഴിനഴിച്ചിട്ട പോലെ ഇങ്ങനെ നടക്കണേ അല്ലേ? നിലാവത്ത് കോഴിനഴിച്ചിട്ട പോലെ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക, ഒരു എനർജി ഇല്ല സ്റ്റാർട്ടിങ്ങിന്. അപ്പോൾ ഒരു ദിവസം നല്ല എനർജിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ശീലമാണ്, പറയൂ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ലക്ഷ്യം സ്വപ്നം കാണണം. എന്താണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ആർ യു റെഡി? പ്രിയ പ്രേക്ഷകരായിട്ടുള്ള ചങ്ക് കൂട്ടുകാരെ, നിങ്ങളും ഈ ശീലം ഒന്ന് ഫോളോ ചെയ്യണം. എന്ന് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ കുരിശ് വരയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 1-2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഡ്രീം സക്സസ് ആയത് നിങ്ങൾ കണ്ട് ഒന്ന് സ്വപ്നം കാണണം, ഇമാജിൻ ചെയ്യണം. ഏത് ലക്ഷ്യമാണെങ്കിലും അത് നിങ്ങൾ സാധിച്ചു എന്ന് സ്വപ്നം കണ്ട് ഡ്രീം ചെയ്ത് വിഷ്വൽ ചെയ്ത് എന്നിട്ട് വേണം നിങ്ങൾ എണീക്കാൻ. അപ്പോൾ നിങ്ങൾക്കറിയാതെ തന്നെ ഒരു ഫ്രഷ്നെസ് നിങ്ങളുടെ ബോഡിയിലേക്ക് വരും. പിന്നെ കാര്യങ്ങളൊക്കെ ഒത്തിരി സ്പീഡപ്പ് കിട്ടും, സ്മൂത്താവും. ബ്രഷ് ചെയ്യാനൊക്കെ ഒരു സ്പീഡുണ്ട്, കാര്യങ്ങളൊക്കെ ചെറിയ സ്പീഡുണ്ട്. അപ്പോൾ ഈ ലക്ഷ്യമാണ് നിങ്ങൾക്ക് ഈ ഒരു പവർ തരിക. ആർ യു റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗത്തിലെ ടൈറ്റിൽ സോങ് ഒന്നുകൂടെ കളിക്കാൻ പോവാണ് നമ്മൾ. ഈ സ്വർഗത്തിൽ വരുന്ന എല്ലാ കൂട്ടുകാരെയും ഈ malagakoottam.com ഒരു ടൈറ്റിൽ സോങ് പഠിപ്പിക്കാറുണ്ട്, കളിപ്പിക്കാറുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് പഠിച്ചാലോ? റെഡി? ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. പഠിച്ചോ? പഠിച്ചോ? ആ യെസ്, ഓക്കെ. ഒന്ന് എഴുന്നേറ്റ് നമ്മളൊന്ന് ഈശോടൊത്ത് കളിക്കാം ഒന്നുകൂടെ. റെഡി? റെഡി? ക്ലാപ്പ്. ആടിപ്പാടി ഒന്ന് ചിരിച്ച് ഒന്ന് അനങ്ങി കൈയടിച്ച് തലയൊക്കെ ഒന്ന് അനക്കി. ആ ഈശോയുടെ മാലാഖമാരായിട്ട്. റെഡി? ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്തു കളിക്കാലോ,
ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഇനി നമ്മൾ ഈ എപ്പിസോഡിൻ്റെ സമാപനത്തിലേക്ക് വരികയാണ്. എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സ്വർഗത്തിൽ വന്ന് നേരം പോയത് അറിഞ്ഞില്ലല്ലോ, പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ ഈശോടൊത്തൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. റെഡി? ഒന്ന് നിവർന്നിരുന്ന് കൈകളൊക്കെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൂപ്പിപ്പിടിക്കണം, കണ്ണടയ്ക്കണം. ഈശോയോടൊന്ന് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇന്നിങ്ങനെ പ്രാർത്ഥിക്കാവോ? ചേട്ടൻ്റെ കൂടെ ഉറക്കെ പ്രാർത്ഥിക്കണേ. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഈ സ്വർഗത്തിൽ അങ്ങയോടുകൂടെ ആയിരിക്കാനും കളിക്കാനും ചിരിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു. ഈശോയെ നന്ദി. മാലാഖമാരെ പോലെ വളർന്നു വരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂട്ടുകാരെ, ഈ എപ്പിസോഡിന്റെ സമാപനത്തിൽ ഇവിടെ ഒരു സസ്പെൻസ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മെമൻ്റൊക്കെ വെച്ചേക്കണ കാണാം, ചോക്ലേറ്റ്. അതിൽ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് ഒരു മാലാഖയെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. എല്ലാ എപ്പിസോഡിലും ഒരു മാലാഖയെ സെലക്ട് ചെയ്യാറുണ്ട്. ഇന്ന് അതിനുള്ള സമയമാണ്. ആരാണ് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് എന്ന് നമുക്കറിയാനുള്ള സമയമാണ്. വാ, ഈ മോനെ കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുപ്പിക്കാം. ഒരെണ്ണം എടുത്തേടാ. ഒന്ന് കൈയടിച്ചെല്ലാവരും. ഓപ്പൺ ചെയ്തേ. ഇവാന ജെയിംസ്. ആ ഭാഗ്യവതിയാണ് ഇവാന ജെയിംസ്. ഈ എപ്പിസോഡിലെ മാലാഖക്കുട്ടി, ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. ഒരു ക്ലാപ്പ് കൊടുത്തേ. ഇവാന ജെയിംസ്. പ്രിയ പ്രേക്ഷകരെ, മാലാഖക്കൂട്ടം.com ഈ സ്വർഗ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. തുടർന്നും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. ഇന്ന് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ കൂട്ടുകാരെ. എപ്പിസോഡ് ഞങ്ങൾ ബൈൻഡപ്പ് ചെയ്യാണ്. ഈ മാലാഖക്കൂട്ടം.com ഇനി കാണുന്നവരെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.